ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ബറാഅത്ത് ദിനാണല്ലോ. അപ്പം ബറാഅത്തിന് അത്താഴത്തിന് വേണ്ടി ഞങ്ങൾ എണീറ്റതാട്ടോ. അപ്പോൾ പുലർച്ചെ ഞാൻ നേരത്തെ തന്നെ എണീറ്റ്. അതെന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് ഭക്ഷണം ഇത് മതി എന്ന് പറഞ്ഞു, മോനെ ഓട്ടട മതി എന്ന് പറഞ്ഞു. ഓനൊരു പ്രത്യേകതര ടൈപ്പാട്ടോ. ഒരു പണ്ടത്തെ ഒരു വലിയപ്പാരൊക്കെ ഉണ്ടല്ലോ അതുപോലെ കേട്ടോ. ഓന് ചൂടുള്ള ഭക്ഷണം കിട്ടണം, അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം കഴിക്കുക എന്നുള്ളൊരു ഇതാട്ടോ എൻ്റെത്. അപ്പോൾ അങ്ങനെ മക്കൾ നോമ്പൊക്കെ നിൽക്കുമ്പോൾ ഞമ്മക്ക് അവർക്ക് എന്താണോ വേണ്ടത് അത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അതാണല്ലോ താല്പര്യം, എനിക്കിഷ്ടം അതാണ് കേട്ടോ മക്കൾക്ക് വേണ്ടത്. അപ്പോൾ നമ്മളെ ചായ റെഡി ആയിന്. പിന്നെ മീൻകറി ആട്ടോ വെച്ചത്. അപ്പോൾ ഓന് മീൻകറി ഓട്ടടി മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓട്ടടക്കുള്ള മാവ് ഇതാട്ടോ അരച്ച് വെച്ചിനി. അപ്പം ചായയും കറിയും അതിൻ്റെ ശേഷം നമുക്ക് ഓരോന്ന് ഓട്ടട ചൂടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രത്തോളം മാവ് ഉണ്ടാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞാൽ ചെറിയ മോന് പിന്നെ നോമ്പ് നോൽക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഓന് നോമ്പില്ലാത്തതുകൊണ്ട് ഓന് പിന്നെ നമുക്ക് ആവശ്യത്തിന് ചുട്ട് കൊടുക്കാമല്ലോ വിചാരിച്ച്. ഇപ്പം ഞമ്മക്കുള്ളത് ഒരു 4-5 എണ്ണം കൊണ്ട് ചൂടാട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തട്ടോ. ഇന്നത്തെ ഒരു പ്രത്യേകത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. എല്ലാവരും ഉദ്ദേശങ്ങളും പൂർത്തിയാവട്ടെ. നല്ലൊരു ദിവസവും നല്ലൊരു മാസവും ഒക്കെ ബർക്കത്തുള്ളൊരു ദിവസങ്ങളാണല്ലോ. ഇനിയും ഇവിടുന്നായിട്ട് നമുക്ക് എല്ലാ നോമ്പ് നോൽക്കാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലാഹു നമുക്കൊക്കെ വിധി നൽകട്ടെ. പിന്നെ അങ്ങനെതാ നമ്മൾ ഓട്ടട ചുട്ടിട്ടോ, ചുട്ടിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താകുമ്പോൾ എന്താ പറയുക, ചൂടോടൊക്കെ അങ്ങോട്ട് കഴിക്കണത്. ഈ അത്താഴത്തിൻ്റെ സമയത്തൊന്നും ഈ ചോറൊന്നും വല്ലാതെ അങ്ങോട്ട് കഴിക്കാൻ കഴിയൂല കേട്ടോ. അപ്പം ഇങ്ങനത്തതായാലും എന്താണ് മക്കൾ 1-2 എണ്ണമൊക്കെ ആയിട്ട് കഴിക്കും. അതാണെങ്കിൽ ഓൾക്ക് ഇഷ്ടം. ഇത് ദോശ പത്തിരിയൊക്കെ ആണെങ്കിലുണ്ട് അത് ചൂടോടൊക്കെ അങ്ങോട്ട് കിട്ടും വേണം. അവനൊരു പ്രത്യേക ഒരു ഇതാട്ടോ. അപ്പം നമ്മൾ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കണം. നേരത്തെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു നേരത്തെ എണീക്കണമല്ലോ. എന്നാലേ വാങ്ങി കൊടുക്കണതിൻ്റെ മുന്നേ നമുക്ക് ഇതാവുള്ളൂ. പിന്നെ ഓലെ വിളിച്ചുണർത്തണം. ഓലെ വിളിച്ചുണർത്താനാട്ടോ കുറച്ചൊരു പണി. എണീക്കും സമയത്ത് എണീക്കും, എന്നാലേ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാനിതാ ഉണ്ടല്ലേ നല്ല നന്നായി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെന്താണ് നമ്മളൊന്ന് അരിച്ച് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ കറി ആയതിൻ്റെ ശേഷം നമുക്ക് ചുട്ടാൽ പെട്ടെന്ന് ഇങ്ങോട്ട് റെഡി ആയി കിട്ടും. അല്ലെങ്കിൽ എന്താണ് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒട്ടി ഇങ്ങനെ പുടുക്കിട്ടോ നന്നാവില്ല, പൊള്ളാതെ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അതൊരു നല്ല ഇത് റെഡി ആയിന്. ഇനി ഞാൻ പോയിട്ട് മോനെ വിളിച്ചുണർത്തട്ടോ കേട്ടോ. മോനെ വിളിച്ചുണർത്തിയിട്ടേ നമുക്കിങ്ങനെ ഭക്ഷണം കഴിക്കാം. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും അത്താഴമൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ നോമ്പും പണിയിലേക്കൊക്കെ തുടങ്ങാനായിട്ട് നോമ്പും പണി ഒന്നും എടുത്തില്ല. ഇനി നമുക്ക് അരിയും സാധനങ്ങളും മുളക് പൊടിപ്പിക്കൽ അതൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനത്തെ ഓരോ പണികളുണ്ട്, നമ്മളെ ക്ലീനിങ് ഉണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ 2 ദിവസം കൂടിയും കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കട്ടോ. എന്നും പറയും നാളെ 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 എന്നറിയും. ഓരോ ദിവസം നമ്മളിതങ്ങനെ വൈകി പോവുകയാണ്. ഇനി ഏതായാലും ബറാത്ത് കഴിഞ്ഞിട്ട് ഇനി അതിനായിട്ടിട്ട് ഇറങ്ങണം ക്ലീനിങ്ങും. പിന്നെ അധികം വൃത്തികേടില്ല, എന്നാലും ഉണ്ടല്ലോ നമുക്കൊരു നനച്ചുളി എന്ന് പറയുമ്പോൾ ഒരു ഇതാണല്ലോ. നോമ്പിനേക്ക് നമ്മളൊരു വരവേൽക്കുന്നത് നമ്മൾ പണ്ടേ ശീലിച്ച് പോന്നാണല്ലോ. അതിങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു മനസ്സിന് വല്ലാത്തൊരു തൃപ്തിയും ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേരൊക്കെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിനുള്ളതൊക്കെ. അപ്പോൾ ഇതാ നമ്മളുടെ ഭക്ഷണങ്ങൾ റെഡിയായി. നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നെ എനിക്ക് ഇതുകൊണ്ടൊന്നും വലിയൊരു താല്പര്യമില്ല. ഞാൻ ഇന്നെ അത്താഴം എന്ന് പറയണത് എനിക്ക് കുറഞ്ഞ നല്ല ചായ കിട്ടണം കേട്ടോ. കട്ടൻ ചായ നേരിയ പൊടിയിട്ട് നേരിയ മധുരത്തിൽ ചായ കുടിക്കും. അതുപോലെ തന്നെ ഒരു പഴം കിട്ടിയാൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതാട്ടോ അപ്പോൾ നമ്മൾ ഇത്ര ചുട്ടിട്ടേ ഉള്ളൂ കേട്ടോ, അധികം വേണ്ട. പിന്നെ അത് മോനിന് ആവശ്യത്തിന് ഇങ്ങനെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ മോനെ ഞാൻ വിളിച്ച് ഉണർത്തിട്ടോ. അങ്ങനെ ഞാനും മോനും ഇനി ചായ കുടിക്കട്ടെ കേട്ടോ, ഓട്ടടി. അപ്പം എനിക്ക് കറിയൊന്നും വേണ്ട, മോനെ കറിയും കൂട്ടി പോകാൻ കഴിക്കണുണ്ട്. ഞാനിങ്ങനെ തന്നെ ചായയും ഓട്ടടിയായിട്ട് ഇങ്ങനെ കഴിക്കട്ടോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ കമൻ്റ് അറിയിക്കണില്ല. ആരും തന്നെ ഒരു കമൻ്റ് അറിയിച്ചാലല്ലേ നമുക്ക് എന്താണ് നമ്മളെ തിരുത്താനുള്ളതൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.